ഹമാസ് കയ്യിൽ വച്ചിരുന്ന ബന്ദികൾ തന്നെ പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും മാന്യമായി പെരുമാറിയെന്നാണ്. ഞങ്ങൾക്ക് ഭക്ഷണം, ബന്ദികളായിരുന്നെങ്കിലും ഞങ്ങൾക്ക് സുരക്ഷ എല്ലാം ഹമാസ് ഉറപ്പുവരുത്തിയിരുന്നു എന്നാണ്. എന്നാൽ ഇസ്രായേൽ കൈമാറിയ ബന്ദികൾ ഏറ്റവും ഭീകരമായി പീഡിപ്പിക്കപ്പെട്ടവരായിരുന്നു. എന്തുകൊണ്ടാണ് ലോകം മനുഷ്യർ ഇസ്രായേൽ വിരുദ്ധമായി നിൽക്കുന്നത് എന്നതിന്റെ ഉത്തരമായിരുന്നു അത്. യുദ്ധത്തിലെ തടവുകാരോട് പാലിക്കേണ്ടുന്ന ആഗോളതലത്തിലുള്ള നിയമങ്ങളെ കാറ്റിൽ പറത്തിയാണ് അവിടെ ഇസ്രായേൽ പെരുമാറിയത്. എന്നാൽ ഈ വെടിനിർത്തലിന്റെ ആശ്വാസത്തിനിടയിലാണ് ഇന്നലെയും മെനിഞ്ഞാന്നും ട്രംപിന്റെ പ്രഖ്യാപനം വരുന്നത്. ട്രംപ് പറയുന്നത് ഗസയിലെ മനുഷ്യര് അവിടുന്ന് പോയിക്കൊള്ളണം എന്നാണ്. അമേരിക്കയുടെ തറവാടാണ് ലോകം എന്ന ധാരണയിലാണ് ഇയാൾ സംസാരിക്കുന്നത്. 20 ലക്ഷം മനുഷ്യർ ഇപ്പോഴും അവിടെ ഉണ്ട്. ഞാനവിടെ ടൂറിസം പ്രഖ്യാപിക്കുകയാണ്. ഈ ട്രംപ് പറയാണ് ഞാൻ ടൂറിസം പ്രഖ്യാപിക്കുകയാണ്. അറബ് ലോകങ്ങളിലൊക്കെ വലിയ ചർച്ചയായി. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഞാൻ അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയതിന് ശേഷം തിരിച്ചു വന്നോട്ടെ എന്നാണ്. ലോകം മുഴുവൻ ഇവരുടെ കയ്യിലാണ് എന്ന ഭാവത്തിലാണ് അമേരിക്ക സംസാരിക്കുന്നത്. അശാന്തമാവുകയാണോ ഗസ വീണ്ടുമെന്ന് ലോകം മുഴുവൻ കരുതലോടെ നിൽക്കുന്ന സമയമാണ്. 46,000 പേർ മരിച്ചു എന്നാണ് കണക്ക്. അതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. 10-15 ദിവസം കഴിഞ്ഞാൽ റമദാൻ വരികയാണ്. കഴിഞ്ഞ റമദാനിൽ നമ്മൾ വല്ലാത്ത സങ്കടത്തോടെ ആ ഗസയിലെ മനുഷ്യർ ജീവിക്കുന്നത് കണ്ടതാണ്. വിശുദ്ധ റമദാനിലും വെടിയുണ്ടകൾ, ബോംബുകൾ തലക്ക് മുകളിൽ വർഷിച്ച് അവരനുഭവിച്ച പ്രയാസങ്ങൾ ലോകം കണ്ടതാണ്. കൊടും തണുപ്പിലാണ് ഇപ്പോൾ ഗസയുള്ളത്. വീണ്ടും ഒരു അതിക്രമത്തിലേക്ക് അവർ പോകുമോ, ആക്രമണത്തിന് വിധേയമാകുമോ എന്ന ഭയം അല്ലെങ്കിൽ ആശങ്ക നമുക്കൊക്കെയുമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. ഈ രാജ്യം പക്ഷേ ഇടപെട്ട സമയമുണ്ടായിരുന്നു. ഇന്ത്യക്ക് അഭിമാനമുണ്ടായിരുന്ന നാളുകൾ. ഒരു രാജ്യത്തിന്റെ ഭരണം ഫാഷിസ്റ്റുകൾ പിടിക്കുമ്പോൾ ഈ രാജ്യത്തിലെ മൈനോറിറ്റിയുടെ പ്രശ്നം മാത്രമായി അത് അവസാനിക്കുന്നില്ല. നിങ്ങൾ ഓർക്കണം, ലോകത്തിലെ പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിലെ ഒരു സുരക്ഷയായി, അവർക്ക് മുകളിൽ ഒരു ആത്മബലമായി ഈ രാജ്യമുണ്ടായിരുന്നു ഇന്ത്യ. മുസ്ലിം ലീഗിന്റെ നേതാവ് അഹമ്മദ് സാഹിബ് വേദിയിൽ കയറി പ്രസംഗിക്കുക മാത്രമല്ല, ഗസയിൽ പോയി അവിടുത്തെ മനുഷ്യരുടെ കൂടെ യാസർ അറഫാത്തിനെ ചേർത്തു പിടിച്ച് ഞങ്ങളുണ്ട് കൂടെ എന്ന് പ്രഖ്യാപിക്കാൻ ഇന്ത്യ ഉണ്ടായിരുന്നു. മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നു. രാജ്യത്തിലെ ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്നു. ഈ രാജ്യം എന്നും പതിതരായ ജനങ്ങളുടെ കൂടെ ചേർന്നു നിന്ന ഒരു രാജ്യമാണ്. പക്ഷെ ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഫാഷിസം രാജ്യത്ത് മാത്രമല്ല, ഏഷ്യക്ക് പോലും ആ ഫാഷിസത്തിന്റെ അപകടം അനുഭവിക്കേണ്ടി വരുന്നത് ഗസ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോഴാണ്. ഈ രാജ്യത്തിന്റെ അവസാനം നോക്കൂ നിങ്ങൾ. ലോകത്തിലെ 4ാം ശാക്തിക ചേരിയാണ്. ഏറ്റവും നല്ല മിലിറ്ററിയുള്ള, സായുധ പോരാളികളുള്ള, സായുധ ശക്തി 4ാമത് നിൽക്കുന്ന രാജ്യം. എന്നാൽ മോദിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും വന്നു എന്ന് പറയാവുന്ന ആളാണ് ട്രംപ്. മൈ ഫ്രണ്ട് എന്നൊക്കെ വിളിച്ചിട്ടാണ് അന്ന് പ്രമോഷൻ കൊടുത്തത്. ആ ട്രംപാണ് മോദിയുടെ നാട്ടിലേക്ക് ഇന്ത്യക്കാരായ ആളുകളെ കയറ്റി അയച്ചത് നമ്മൾ കണ്ടത്. ഡീപ്പോർട്ട് ചെയ്യുക എന്നത് ഒരു വലിയ കുറ്റമൊന്നുമല്ല, ചെയ്യാതിരിക്കാനൊന്നും കഴിയില്ല. ഏത് രാജ്യത്തും അനധികൃതമായി താമസിക്കുന്നവരെ ആ രാജ്യം പറഞ്ഞയക്കുക തന്നെ ചെയ്യും. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. മാരകമായ കുറ്റവാളികളെ പോലെ കാലിലും കയ്യിലും ചങ്ങലയിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ചാനലിൽ ഇരുന്നിട്ട് കാസയുടെയും RSSന്റെയും ആളുകൾ വലിയ ഗീർവാണം പറയണില്ലേ? അവർ ചോദിക്കുന്നത് ഒരു രാജ്യത്ത് അനധികൃതമായി താമസിച്ചാൽ പറഞ്ഞയക്കില്ലേ എന്നാണ്. പറഞ്ഞേക്കും. സൗദി പറഞ്ഞയച്ചില്ലേ? അറബ് രാജ്യങ്ങൾ പറഞ്ഞയച്ചില്ലേ എന്നാണ്. പറഞ്ഞയക്കും. ഏത് രാജ്യവും പറഞ്ഞയക്കണം. പക്ഷെ ഇതുപോലെയാണോ? സാധാരണ യാത്രക്കാരെ പോലെയാണ് അവർ ഡീപ്പോർട്ട് ചെയ്ത ആളുകളും വിമാനത്തിൽ കയറുന്നത്, നാട്ടിൽ വന്നിറങ്ങുന്നത്. ചങ്ങലക്കിട്ട് മഹാകുറ്റവാളികളെ പോലെ. രസമുള്ള കാര്യം അതല്ല. ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ട്രംപിന് വേണ്ടി ഇറങ്ങിയ ഒരുത്തനും ആ കൂട്ടത്തിൽ ചങ്ങലയിട്ട് തിരിച്ചയച്ച കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നിരുന്നു.
ഇനി അത് മാത്രമല്ല, നിങ്ങൾ ഓർക്കേണ്ടത്, ഒരാൾ അയാളുടെ ചരിത്രം പത്രത്തിൽ വന്നു. ഗുജറാത്തിൽ നിന്ന് പോയ ഒരാളാണ്. ഗുജറാത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അമേരിക്കയിൽ ഇറങ്ങാൻ അയാൾ 1 കോടി രൂപയാണ് ഏജൻസിക്ക് കൊടുത്തത്. 1 കോടി രൂപ. അറിയാം ഞങ്ങള്, മോദിന്റെ ഗുജറാത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് പോയത് ട്രംപിന്റെ നാട്ടിലേക്കാണ്. തിരിച്ച് മോദിന്റെ അടുത്തേക്ക് എന്നെ ചങ്ങലക്കിട്ട് പറഞ്ഞയച്ചു. ഇതൊക്കെ ചാനലിരിക്കണ ഏതെങ്കിലും RSSകാരൻ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ അവൻ അറിയുന്നുണ്ടോ? അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്ത് രാജ്യത്തേക്ക് പറഞ്ഞു വിട്ടു. ഇന്ദിരാഗാന്ധിയുടെ സമയം പറഞ്ഞിട്ടുണ്ടാകും. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് പറയുന്നുണ്ട്, ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലേക്ക് അമേരിക്കയുടെ പടക്കപ്പൽ വരികയാണ്. ഇന്ത്യയുടെ പെർമിഷൻ എടുത്തിട്ടില്ല, കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു ഞങ്ങൾ വരും. ഇന്ദിരാഗാന്ധി പറഞ്ഞു വരാം, പക്ഷേ തിരിച്ചു പോകുന്നത് ഇന്ത്യ തീരുമാനിച്ചിട്ടാവും. അവർക്ക് വരാൻ പറ്റില്ല. ഈ രാജ്യത്തിന് അങ്ങനെയൊക്കെയുള്ള ധൈര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർത്തു, കൊളംബിയയിൽ ഇതേപോലെ കൊളംബിയക്കാരായ ആളുകളെ വിമാനത്തിൽ ചങ്ങലക്കിട്ട് പൂട്ടിയിട്ട് ആ രാജ്യത്തിന്റെ മുകളിൽ വന്ന് ഇറങ്ങാൻ പെർമിഷൻ ചോദിച്ചു. കൊളംബിയ പറഞ്ഞു ഇറക്കൂല, ഇവിടെ ഇറങ്ങാൻ പറ്റൂല. വരുന്നെങ്കിൽ മര്യാദക്ക് രാജ്യത്ത് കൊണ്ടുവരണം. ഇവരെ കൈയിട്ട് പൂട്ടി, ചങ്ങലയിട്ട് പൂട്ടി, ഈ രാജ്യത്ത് നിങ്ങളുടെ വിമാനം വേണ്ട, ഞങ്ങളുടെ വിമാനം അവിടെ വരും, അവരെ കയറ്റും, ഞങ്ങൾ കൊണ്ടുവന്നിറക്കും. കൊളംബിയയുടെ മുകളിൽ പറന്ന അമേരിക്കൻ വിമാനം തിരിച്ചു പോകേണ്ടി വന്നു. എന്നിട്ടാണ് ഈ രാജ്യത്തിലെ മനുഷ്യർ, ഞാൻ ആലോചിച്ച് നോക്കണതല്ല, അതിനകത്തെങ്ങാനും ഒരു മുസ്ലിം ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെയാ ഈ സംഘി പൂങ്കവന്മാര് പറയാ? മുസ്ലിങ്ങളല്ലേ, തീവ്രവാദം നിർത്താൻ പോയതല്ലേ, അതുകൊണ്ടല്ലേ പറഞ്ഞയച്ചത് എന്ന് ചോദിക്കുമായിരുന്നു. ഭാഗ്യവശാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഈ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഉണ്ടായത് ഗുജറാത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ചിലരാണ്. ഒരു രാജ്യം, നിങ്ങള് ഈ രാജ്യത്തിന്റെ ഒരു പ്രൗഢി എന്ന് പറയുന്നത്, ധൈര്യം എന്ന് പറയുന്നത്, അതിന്റെ അകപ്പുണ്ടാവണം, ശക്തി ഉണ്ടാവണം. ഇപ്പോഴെന്താ സ്ഥിതി? കേവലം ഈ അപമാനിക്കൽ മാത്രമാണോ? ഡോളറിന്റെ ഇന്നത്തെ റേറ്റ് എന്താണ്? ഡോളറിന്റെ റേറ്റ് 90 എത്താൻ ഇനി ചെറിയ സമയം മതി. 40ലേക്ക് കൊണ്ടുവരുമെന്ന് വിടുവായത്തം പറഞ്ഞ ഒരു BJP സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നു. 40 വേണ്ട സുരേന്ദ്ര, 50 വേണ്ട, 60 വേണ്ട, 70എങ്കിലും. ഇത് 86 കവിഞ്ഞ് ഡോളറിന്റെ റേറ്റ് പിന്നെയും കൂടുകയാണ്. ഇന്ത്യയുടെ GDP 7.5 ആണ്. ഈ 7.5 എന്ന് പറയുന്നത് നിലവിൽ നാട്ടിൽ പഠിക്കുന്ന കുട്ടികൾ, അവർ വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങിയാൽ തൊഴിൽ കൊടുക്കാൻ പോലും പരുവമല്ല എന്ന് എക്കണോമിസ്റ്റുകൾ പറയുന്ന വളർച്ചയാണ്. മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റി തകർന്നു കഴിഞ്ഞു. പാവപ്പെട്ടോൻ അങ്ങനെ തന്നെ, മുതലാളി പിന്നെയും മുതലാളി. എന്നാൽ ഇതാ ഈ എന്റെ പ്രസംഗം കേൾക്കുന്നതിലൊക്കെ മഹാഭൂരിപക്ഷം നമ്മളെല്ലാവരും ഒരു മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റിയാണ്. ഒരു കാറുണ്ടാവും, ഒരു കൊള്ളാവുന്ന വീടുണ്ടാവും, അങ്ങനെ ജീവിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യമുള്ള ആ സാധാരണക്കാരുടെ ജീവിതമാണ് ഇവിടെ ഏറ്റവും അപകടപ്പെട്ടു നിൽക്കുന്നത്. കുറച്ചെങ്കിലും കേരളം പിടിച്ചു നിൽക്കുന്നത് പ്രവാസ സമൂഹമാണ് കേരളം എന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് അയൽ രാജ്യങ്ങളൊക്കെ രക്ഷപ്പെട്ടു. ബംഗ്ലാദേശ് GDPയിൽ കുതിച്ചുയർന്നു. നമ്മുടെ തൊട്ടടുത്താണ് ചൈന. ഞാൻ ഇവിടുത്തെ BJPക്കാരോട് മാത്രമല്ല, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളില്ലേ, ചൈന എന്ന് കേൾക്കുമ്പോൾ അകം കുളിരുന്ന MV ഗോവിന്ദനല്ലേ, സഖാവ് പിണറായി വിജയനല്ലേ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ചൈനയുടെ പേരിൽ കോൾമയിർ കൊണ്ടോളൂ, ആക്ഷേപമില്ല. പക്ഷെ അവരെ കണ്ട് പഠിക്കാൻ ശ്രമിക്കണ്ടേ? അവരിൽ ആ രാജ്യത്തിന്റെ പുരോഗതിയിൽ അവർ കാണിക്കുന്ന ശുഷ്കാന്തിയുണ്ട്. ചൈന എത്ര ശാക്തികമായി വളർന്നിരിക്കുന്നു, സാമ്പത്തികമായി എത്രമാത്രം മുന്നോട്ട് പോയി. ചൈനയുടെ സാമ്പത്തിക ഭദ്രത എത്ര വലുതാണ്, പ്രൊഡക്ടിവിറ്റി എത്ര വലുതാണ്. ലോകത്ത് വന്ന എല്ലാ പുരോഗതിയെയും ചൈന സ്വീകരിച്ചു. അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ മെച്ചപ്പെടുത്തി. അവിടുത്തെ പുരോഗതികളിൽ അവർ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പെരുമാറാൻ ചൈനയിൽ കഴിഞ്ഞു. നിങ്ങൾ അറിയുമോ, ഇന്ന് ഈ കഴിഞ്ഞ 2-3 ആഴ്ചയിൽ ഉണ്ടായ വിവാദമുണ്ട്. നമുക്കറിയാം, AI ബന്ധപ്പെട്ട് MV ഗോവിന്ദന് സ്റ്റേറ്റ്മെന്റ് വന്നു. 2ാമത്തെ ദിവസം വേറെ സ്റ്റേറ്റ്മെന്റ് വന്നു. 3ാമത് ഏകദേശം ഒരു 4-5 ഒക്കെ ആകുമ്പോഴേക്കും അദ്ദേഹം കറക്റ്റ് ചെയ്ത് വന്നു. ഞാൻ അതിനൊന്നും കളിയാക്കാൻ നിൽക്കണില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത് MV ഗോവിന്ദനോട്, നിങ്ങൾ ഇതിന്റെ ഈ വിവാദത്തിന്റെ അകത്തുള്ള ഒരു രാഷ്ട്രീയം പരിശോധിച്ചിരുന്നോ? അമേരിക്ക AI-ക്ക് ബദലായി, ഓപ്പൺ AI-ക്ക് ബദലായി അവർ കൊണ്ടുവന്നിട്ടുള്ള ഡീപ് സീക്ക് എന്ന് പറയുന്ന ചാറ്റ് ബോട്ട് ലോകത്ത് അമേരിക്കയുടെ നട്ടലൊടിച്ച പ്രവൃത്തിയാണ്. ട്രില്യൺ ഡോളറുകളാണ് അമേരിക്കക്ക് നഷ്ടമായത്. ആ ഡീപ് സീക്ക് എന്ന് പറയുന്ന കമ്പനി എങ്ങനെയാ വന്നെന്നറിയങ്ങള്?
2023 ഡീപ് സീക്ക് കമ്പനി ചൈന തുടങ്ങുന്നത്. 2024 അവസാനിക്കുമ്പോഴേക്കും ഡീപ് സീക്ക് കമ്പനി എക്സ്റ്റാബ്ലിഷ് ചെയ്തു. അതിലെ രസമല്ല, അതിന്റെ പിറകിൽ പ്രവർത്തിച്ചവർ മുഴുവൻ ചൈനയിലെ മികച്ച യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച കുട്ടികളാണ്. കോടാനുകോടി സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന ചൈനയുടെ ഏറ്റവും പുതിയ ടൂൾ, പുതിയ മുന്നേറ്റം, അതിൽ മികച്ചു നിന്നത് ചൈനയിൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച കുട്ടികൾ തന്നെയാണ്. എന്ന് വെച്ചാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചൈനയുടെ മുടക്ക് ചെറുതല്ല, ശ്രദ്ധ ചെറുതല്ല. ആ രാജ്യം അത്രമേൽ ശാക്തീകരിച്ച രാജ്യമാണ്. അവർ ഈ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റുകളെ പോലെ ട്രാക്ടർ വന്നപ്പോ സമരം ചെയ്ത പൊട്ടന്മാരല്ല. അവർ ഈ രാജ്യത്തിലെ പിണറായി വിജയനെ പോലെ കമ്പ്യൂട്ടർ വന്നപ്പോ നിയമസഭയിലെ കമ്പ്യൂട്ടർ അടിച്ചു പൊളിച്ച അന്തംഗമ്മികളല്ല. അവർ കമ്മ്യൂണിസ്റ്റുകളാണ്. പക്ഷെ രാജ്യത്തിന്റെ പുരോഗതിയിൽ ആ നാട് വികസിക്കാൻ ലോകത്തിന്റെ കൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞവരാണ്. നരേന്ദ്രമോദി ചൈന കണ്ടുപഠിച്ചൂടെ? ചൈനയെ ഒന്ന് പരിശോധിക്ക്. ആ രാജ്യത്തുള്ള യൂണിവേഴ്സിറ്റികൾ മികച്ച യൂണിവേഴ്സിറ്റി ആകുമ്പോ ഇന്ത്യയിലും ഉണ്ടായിരുന്നു മികച്ച യൂണിവേഴ്സിറ്റികൾ. JNUവിനെ കൊണ്ടുവരുമ്പോ, ജവഹർലാൽ നെഹ്റു IIT കൊണ്ടുവരുമ്പോ, NIT കൊണ്ടുവരുമ്പോ, IIM കൊണ്ടുവരുമ്പോ, ജാമിയ മില്ലിയെ കൊണ്ടുവരുമ്പോ, ലോകത്തിലെ ഏറ്റവും മികച്ച റേറ്റിംഗിൽ നിന്ന ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ, ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർന്നു തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയുടെ സയൻസ്, ഈ പറയുന്ന കുറെ അന്തംഗമ്മികൾ ചേർന്ന് ഇന്ത്യയുടെ സയൻസിനെ, ഇന്ത്യയുടെ ശാസ്ത്രമേഖലയെ തളർത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ തൊട്ടടുത്ത രാജ്യമാണ് ഏറ്റവും ശക്തമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അവർ ചെയ്യുന്ന റിസൾട്ടാണിത്. ഈ AI വിഷയത്തിൽ ഞാൻ പറയട്ടെ ബഹുമാന്യനായ MV ഗോവിന്ദനോട്, നമ്മളെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കേണ്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. എന്തെന്നാൽ AI അതിന്റെ അപകടം, ഇപ്പൊ ഈ ഗസയിൽ നിന്ന് വന്ന ഒരു വാർത്തയുണ്ട്, ഏറ്റവും റീസെന്റ് ആയി വന്ന വാർത്ത. എന്താണെന്നറിയങ്ങള്, ഇസ്രയേൽ ഗസയിൽ ഫലസ്തീനും തമ്മിൽ യുദ്ധം നടക്കുമ്പോ പാലന്റിയർ എന്ന് പറയുന്ന ഒരു ആയുധ കമ്പനി, AI ആയുധ കമ്പനി, ഈ പാലന്റിയർ എന്താ ചെയ്യുന്നറിയങ്ങള്, അമേരിക്കയിലിരുന്ന് ഗസയിലെ ഒരു മനുഷ്യനെ വിലയിരുത്തുക, അവന്റെ ബോഡി ലാംഗ്വേജ്, അവന്റെ ഫേസ്, ഇതൊക്കെ വിലയിരുത്തി കമ്പ്യൂട്ടർ തീരുമാനിക്കും ഇവൻ ഒരു ഹമാസ് ആവാൻ സാധ്യതയുണ്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് മനുഷ്യനല്ല ചെയ്യുന്നത്. പാലന്റിയർ എന്ന് പറയുന്ന ഒരു AI കമ്പനി, ആയുധ കമ്പനി. എന്നിട്ട് ഇവൻ ഭാവിയിൽ ഹമാസ് ആവാൻ സാധ്യതയുണ്ട് എന്ന് ഫൈൻഡ് ചെയ്യുന്ന സമയം ഇവനെ തകർക്കുക, അവന്റെ ഓഫീസ്, അവന്റെ വീട്, അല്ലെങ്കിൽ അവനെ നേരിട്ട് കൊല്ലുക. ടാർഗറ്റ് കില്ലിംഗ് ശക്തമായി ഇസ്രയേലിന്റെ സേന പോലും അറിയാതെ ഫലസ്തീനിൽ ഗസയിൽ നടത്തി എന്ന് പറയുന്നത് ഇസ്രായേലിൽ തന്നെ ഒരു പത്രപ്രവർത്തകനാണ്. അത്രമേൽ അപകടകരമാണ് AI അധാർമികമായ രീതികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ആഴ്ച പാരീസിൽ ഒരു യോഗം ചേർന്നു AI ബന്ധപ്പെട്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റെസ്പോൺസിബിൾ AI എന്നായിരുന്നു. റെസ്പോൺസിബിൾ AI എന്നാണ്. ഈ AI രംഗത്തുണ്ടാവുന്ന അധാർമികതയെ ലോകം പരിശോധിച്ച്, എന്നാൽ അതിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് ഒരു കരാറുണ്ടാക്കി. ആ കരാറിൽ അമേരിക്ക ഒപ്പുവെച്ചില്ല, ആ കരാറിൽ ബ്രിട്ടൻ ഒപ്പുവെച്ചില്ല, ഇന്ത്യ അടക്കം ഒപ്പുവെച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി വരാനിരിക്കുന്ന ലോകത്ത് മനുഷ്യന്റെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യും വിധം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ നിക്ഷിപ്തമായ താല്പര്യങ്ങൾ രാജ്യത്ത് അതിന് നടപ്പിൽ വരുത്താൻ കഴിയുന്ന വിധം ലോകത്ത് തന്നെ വലിയ അപകടമുണ്ടാക്കാൻ പോവുകയാണ്. ഈ സമയത്താണ് MV ഗോവിന്ദ കേരളത്തിലെ ബജറ്റ് വരുന്നത്. ആ ബജറ്റിൽ AIക്ക് ചെലവാക്കുന്നത് 10 കോടി ഉറുപ്പിയാണ്. എന്തൊരു തമാശയാണ് എന്റെ ഗോവിന്ദ ഇത്. നിങ്ങൾ AI കുറിച്ച് റോട്ടുമല വന്ന് ബടായി വന്നിട്ട് കാര്യമുണ്ടോ? ഈ ബജറ്റിലെ 10 കോടി ഉറുപ്പിക, ഇത് ട്രില്യൺ ഡോളറുകളുടെ കളിയാണ്. അതിനിടയിൽ ഈ 10 ഉറുപ്പിക കൊണ്ട് AI സമ്മേളനം നടത്തുന്നവർക്ക് കടല വിൽക്കാൻ തകയോ? ഞാൻ അറിയാൻ ചോദിക്കണം, കടല വിൽക്കാൻ തകയോ? എന്ത് അസംബന്ധമാണ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്? ബജറ്റിൽ വിലയിരുത്തിയത് 10 കോടി രൂപ. അതുപോലെ ഒരുപാട് അബദ്ധങ്ങൾ ബജറ്റിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോ ഈ ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് കേരളത്തിലെ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു, നമുക്കറിയാം വർഗീയ രാഘവന്റെ ഭാര്യയാണ്. ഈ വർഗീയ രാഘവൻ കഴിഞ്ഞ 2-3-5-8 മാസം മുമ്പ് വലിയൊരു പ്രസംഗം എന്താ പറഞ്ഞറിയോ? നിങ്ങളെ കുട്ടികളെ
നിങ്ങൾ വിദേശത്ത് വിടരുത്, ഇവിടെ തന്നെ പഠിക്കട്ടെ. ഇവിടെ പഠിക്കാൻ സൗകര്യല്ലേ? എന്ത് സൗകര്യം? ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും ഈ ബിന്ദു അല്ലേ? ഈ ജാതി അന്തംകമ്പികൾ വിദ്യാഭ്യാസ മന്ത്രി അയക്കുന്ന രാജ്യത്ത് എന്ത് വിശ്വസിച്ച് മക്കളെ ചേർത്താൻ ആളുകൾ ധൈര്യപ്പെടും? കുട്ടികളൊക്കെ പുറത്തുപോയി, കുട്ടികൾക്ക് പഠിക്കണം. 2014 കമ്പ്യൂട്ടർ സിലബസും വെച്ചിട്ട് 2025 പഠിക്കണ ഒരു നാട്ടില് എന്ത് മാറ്റാ സഖാവേ ഉണ്ടാവുക? നിങ്ങൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലെ കുറെ അന്തംകമ്മികളെ കയറ്റിയിട്ട് ആ രംഗം മുഴുവൻ വഷളാക്കി. കുട്ടികൾ ഇവിടെ പഠിക്കില്ല. നമ്മുടെ സിലബസ് ദുർബലമാണ്. നമ്മൾ പഠിച്ചു വരുന്ന കുട്ടികളുടെ അവരുടെ ആന്തരികമായ ശക്തി വളരെ അപകടം. ഇപ്പൊ ഈ സ്വാശ്രയ മേഖലയെ കുറിച്ച് നിങ്ങൾ സർവകലാശാലയെ കുറിച്ച് ആലോചിച്ച് നോക്ക്. UDFന്റെ കാലത്ത് അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോ, ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ എല്ലാ വിദ്യാർത്ഥികളെയും വിളിച്ച് ചർച്ച ചെയ്തു. എല്ലാവരെയും അവരിൽ നിന്ന്, വിദ്യാർത്ഥികളിൽ നിന്ന് എത്രത്തോളം കിട്ടാമോ അത് മുഴുവൻ ആലോചിച്ചു, പരിശോധിച്ചു. വിദ്യാഭ്യാസ വിചക്ഷണരുമായി ആലോചിച്ചു. വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദഗ്ധരുമായി ബന്ധപ്പെട്ടൊക്കെ ആലോചിച്ചു. ഒരു മാനദണ്ഡമുണ്ടാക്കി. കൊണ്ടോട്ടിയിലെ ജനങ്ങൾ അറിയണം. ആ മാനദണ്ഡം എന്തായിരുന്നു എന്നറിയുമോ? 1, ഫീസ് നിശ്ചയിക്കുമ്പോ യൂണിവേഴ്സിറ്റികൾക്ക് തോന്നുന്ന പോലെ നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം ഇത് വലിയ കുത്തകകളാണ്. അവര് പണം മുടക്കിയാൽ ഇരട്ടി വാങ്ങും. മക്കളെ പഠിപ്പിക്കാൻ ഇന്ന് സാധാ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പോലും പോകുമ്പോ എത്ര ചെലവാണ്? ഒരു ബുക്ക്, ഒരു ബാഗ്, അവന്റെ സൗകര്യങ്ങൾ. ഈ യൂണിവേഴ്സിറ്റികൾ ഇവിടെ മികച്ച കോഴ്സുകൾ കൊണ്ടുവന്നിട്ടോ അവർ ആകാവുന്നത് മുഴുവൻ ഫീസാക്കി വാങ്ങും. അതുകൊണ്ട് അബ്ദുൾ റബ്ബ് എന്ന് പറഞ്ഞു, അങ്ങനെ പറ്റില്ല. എന്തുകൊണ്ട്? ഫീസ് നിശ്ചയിക്കാൻ മാനദണ്ഡം വേണം. പോരാ, ഫീസ് നിശ്ചയിക്കുന്നിടത്ത് ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധി ഉണ്ടാവണം. അതുണ്ടോ? ഇപ്പൊ ഈ കൊണ്ടുവന്ന ബില്ലില് നിർബന്ധമായും യൂണിവേഴ്സിറ്റികൾ സംവരണം പാലിക്കണം. നിർബന്ധമായി യൂണിവേഴ്സിറ്റികൾ സ്കോളർഷിപ്പ് കൊടുക്കണം. മറ്റൊരു നിബന്ധന എന്താണെന്നറിയോ സഖാവേ? വെറുതെ കേറിയിട്ട് നിങ്ങൾക്ക് ഈ അന്തംഗമ്മികളായ സൈബർ സഖാക്കളെ കൊണ്ട് തെറി വിളിപ്പിച്ചിട്ട് കാര്യമില്ല. നിങ്ങളൊന്ന് മനസ്സിരുത്തി പരിശോധിക്ക്. എന്താണെന്നറിയോ മറ്റൊരു തീരുമാനം? യൂണിവേഴ്സിറ്റികൾ ഇവിടെ നിന്നുണ്ടാക്കുന്ന ലാഭം പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. ചെറിയ കാര്യം അത്. ഇവിടെ നിന്നുണ്ടാക്കുന്ന ലാഭം ഇവിടെ ചെലവഴിക്കണം. എന്താ കാര്യം എന്നറിയോ? നമ്മുടെ മക്കള് പഠിച്ചിട്ട് ജോലിക്ക് പോകാൻ നോക്കുമ്പോ ഇവിടെ ഒരു മെച്ചപ്പെട്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ എവിടെ എന്ത് ചെയ്യണം? പുറത്തു പോകേണ്ടി വരും. അതുകൊണ്ട് ആ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കുന്ന പണം ഇവിടെ നിക്ഷേപിക്കണം. നിങ്ങൾ കളിയാക്കിയിട്ട് കാര്യമല്ല സഖാക്കളെ. ഞങ്ങളുടെ മികവുറ്റ വിദ്യാഭ്യാസ മന്ത്രിമാര് എടുത്ത തീരുമാനം, CH അല്ലേ തുടങ്ങിയത്, പിന്നെ എങ്ങനെ മോശമാവുക? ഓർത്തോക്കുങ്ങൾ CH അമേരിക്കയിൽ പോയിട്ട് അവിടെ ചെന്ന് അദ്ദേഹം കാണുന്നത് MIT ആണ്. MIT കണ്ട് കേരളത്തിൽ വന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ നാട്ടില് MIT പോലെ ഒരു യൂണിവേഴ്സിറ്റി വേണം. MIT പോലെ ലോകത്തിലെ ഒരു മികച്ച യൂണിവേഴ്സിറ്റി. അങ്ങനെയാണ് കുസാറ്റ് വരുന്നത്. സഖാക്കൾക്കറിയോ? അങ്ങനെ കുസാറ്റ് വരുന്നത്. അല്ലാതെ എന്റെ മുഖ്യമന്ത്രി പോയ പോലെ ഒരു ഇരുമ്പിന്റെ കസയിൽ കറുത്ത കോട്ടിട്ടിരുന്നിട്ട് നാട്ടുകാരെ അപമാനിക്കുന്ന പണിയല്ല അവരൊന്നും ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് വീക്ഷണമുണ്ടായിരുന്നു, കാഴ്ചപ്പാടുണ്ടായിരുന്നു. അമേരിക്കയിൽ പോയപ്പോഴും പഠിച്ചത് നാട്ടിലേക്ക് എന്ത് കൊണ്ടുവരാൻ കഴിയും നല്ലത് എന്നായിരുന്നു. നിങ്ങൾ ചെയ്തില്ല, നിങ്ങൾക്ക് ചെയ്യാനാവില്ല. എന്നിട്ട് ചുമ്മാ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ കൂലിത്തല്ലുകാരെ നിർത്തിയിട്ട് വ്യാഖ്യാനിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുകയല്ലാതെ ഒരു മനസ്താപം വേണ്ടേ സഖാക്കളെ? ഈ യൂണിവേഴ്സിറ്റി കൊണ്ടുവരുമ്പോ ഒരു മനസ്താപം. നിങ്ങൾക്ക് സഖാവ് പ്രധാമനെ ഓർമ്മയുണ്ടോ? കോഴിക്കോട് പ്രതാപന്റെ കണ്ണുപോയി. അവസാനം പ്രധാമൻ RMPയിലേക്ക് പോയി. ആ പ്രധാമൻ സമരം ചെയ്തത് സ്വാശ്രയ മേഖലയിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൊണ്ടുവരുന്നതിനെതിരാണ്. കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മയുണ്ടോ? കൂത്തുപറമ്പ് വെടിവെപ്പ് സഖാക്കളെ, നിങ്ങൾ ഇങ്ങനെ ഇമ്പം ചേർന്ന് പാടാറില്ലേ? പുഷ്പനെ അറിയാമോ അല്ലേ? ലീഗ് ഓഫീസിലേക്ക് മൈക്കും വെച്ചിട്ടല്ലേ പാടല്? എന്നാ അത് ഓഫാക്ക്. ആ മൈക്ക് കൊണ്ടായിട്ട് പിണറായി വിജയന്റെ ചെവിയിൽ വെച്ച് കൊടുക്ക്. എന്നിട്ട് ചോദിക്ക്, പുഷ്പനെ അറിയാമോ? ബിന്ദുവിനോട് ചോദിക്ക്, പുഷ്പനെ അറിയാമോ? ബിന്ദുവിന്റെ പ്രിയപ്പെടല്ലേ വർഗീയ രാഘവൻ, അവനോട് ചോദിക്ക്, പുഷ്പനെ അറിയാമോ? ഞങ്ങൾക്ക് പുഷ്പനെ അറിയാം. കൂത്തുപറമ്പിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളെ അറിയാം. ഞങ്ങൾക്ക് ഈ രാജ്യത്ത് നിങ്ങൾ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങളും അറിയാം. സഖാവേ, പാപ്പിനിശ്ശേരിയിൽ, അഴീക്കോട് എന്റെ മണ്ഡലം ആയിരുന്ന അഴീക്കോട്, അവിടുത്തെ പാപ്പിനിശ്ശേരിയിൽ പാമ്പുകളെ കത്തിച്ചില്ലടോ സഖാക്കളേകൾ. ഈ സ്വാശ്രയ സ്ഥാപനത്തിനെതിരായിട്ട് എന്തെല്ലാം വൃത്തികേടുകൾ നിങ്ങൾ കാട്ടിക്കൂട്ടി, ഏതെല്ലാം അതിക്രമങ്ങൾ നിങ്ങൾ കാട്ടിക്കൂട്ടി.
TP ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു നയതന്ത്ര വിദഗ്ധൻ അദ്ദേഹത്തിന്റെ ഒരു ആഗോള വിദ്യാഭ്യാസ സെമിനാറിൽ പങ്കെടുക്കാൻ വന്നതാണ്. അയാളുടെ മകന്റെ പ്രായമല്ലാത്ത ഒരു SFI തെമ്മാടി ചെവിക്കുട്ടി കടിച്ച മനുഷ്യനെ റോട്ടിലിട്ടു. ഓർമ്മയുണ്ടോ? ശ്രീനിവാസൻ ജീവിച്ചിരിക്കുന്നില്ലേ? എന്നിട്ട് ഈ പിണറായി വിജയൻ ന്യായീകരിച്ചു വന്നു. അന്ന് പിണറായി വിജയന്റെ പത്രസമ്മേളനം ഇന്നലെ ഏതൊക്കെയോ മീഡിയ രണ്ടാമത് വിട്ടു. എന്താ പറയണ പിണറായി വിജയൻ? ഇയാൾ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനല്ല. പിന്നെ എന്തിനാ അവിടെ പോയത്? ചെവിക്കുട്ടി കടിച്ച SFI കാരനോടല്ല മൂപ്പര പ്രതിഷേധം. പ്രായം ചെന്ന ഒരു മനുഷ്യൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ നയതന്ത്ര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അന്ന് പറയാൻ, അന്ന് അധികാരത്തിന്റെ ഭ്രാന്ത് മൂത്ത വാലും ആ ഭ്രാന്ത് മൂത്ത തലയുമായി നടക്കുന്ന പിണറായി വിജയൻ അങ്ങനെ എന്തെല്ലാം സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴല്ലേ ഇതാ ഇന്ന് AIYFന്റെ പ്രഖ്യാപനം വന്നു. എന്താ AIYF പറഞ്ഞ്? ഒന്നുമില്ലെങ്കിലും പറഞ്ഞല്ലോ CPI-ക്കാർ സമ്മതിക്കണം. ഉളുപ്പില്ലാത്ത SFI പോലെ ചർച്ച ചെയ്ത് അംഗീകരിക്കാൻ അവർ പറഞ്ഞില്ല. AIYF പറഞ്ഞത് സ്വകാര്യ മേഖലയിൽ അത് കൊണ്ടുവരുന്നത് അപകടമാണ്. ഞങ്ങളെ അഭിപ്രായക്കാരല്ല കേട്ടോ. ഞങ്ങളിത് 8.5 വർഷം മുമ്പ് കൊണ്ടുവരാൻ തീരുമാനിച്ചവരാണ് ഞങ്ങൾ പറയണത്. ഇപ്പൊ ബിന്ദു പറയുന്നുണ്ടല്ലോ, പത്രക്കാരെ ചോദിച്ചു ബിന്ദുവിനോട് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ അവർ പറഞ്ഞു നിർബന്ധമാണ്, കൊണ്ടുവന്നില്ലേ രക്ഷപ്പെടൂല, ഒരു ഉളുപ്പില്ലാണ്ട് പറയാൻ. അപ്പൊ പത്രക്കാർ പിന്നെയും ചോദിച്ചു അന്ന് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ എതിർത്തില്ലേ? അപ്പൊ ബിന്ദുവിന്റെ മറുപടിയാണ്, നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, മൂർത്തമായ സമയത്ത് മൂർത്തമായ ആലോചനയിൽ മൂർത്തിച്ചു വന്ന തീരുമാനമാണ്. ഉളുപ്പ് ഈ മലയാളത്തിൽ കട്ടിയുള്ള ഭാഷ പറഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. മറ്റേ സന്ദേശ സിനിമയിൽ ചോദിക്കുന്നുണ്ട് എങ്ങനെ തോറ്റെന്ന് പറയും. അല്ല നിങ്ങൾ ഈ മുറിഞ്ഞായെന്ന് പറയേണ്ടെന്ന് പറയുന്ന ഒരു വർത്താനം ഉണ്ട്. അതുപോലെ ഒരു ഉളുപ്പില്ലാതെ എന്ത് മുഹൂർത്തം. അക്ഷരം മാറിപ്പോയ കുഴപ്പമുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കണില്ല. എവിടുത്തെ വർത്താനാണ് നിങ്ങൾ ഈ പറയണത്? എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 10 ബാച്ചുകളുടെ ഇൻടേക്ക് കഴിഞ്ഞു. സമയം 10 ബാച്ചുകൾ ഇൻടേക്ക് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. 2 ബാച്ചുകൾ പുറത്തിറങ്ങേണ്ട സമയം കഴിഞ്ഞു. എത്ര കുട്ടികൾ ഈ സമയത്ത് വിദേശത്ത് പോയി എന്ന കണക്കറിയുമോ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക്? അറിയുമോ? ഞാൻ ഈ നാട്ടിലെ സഖാക്കളോട് ചോദിക്കുന്നത്, ഈ ലീഗ് ഞങ്ങൾ തെറി പറയേ തോന്നിയാസം പറയേ എന്തോ ചെയ്തോ എന്ന പാർട്ടിയുടെ ഉള്ളു പോയിട്ടെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആർജവള്ള സഖാക്കള് ഒരു ചോദ്യങ്ങൾ ചോദിക്കും, ഇതിന്റെ ന്യായം എന്താണ്? എന്തിനാ 8.5 കൊല്ലം മുമ്പ്? പണ്ടൊന്നല്ലല്ലോ സഖാവേ, 8.5 കൊല്ലം മുമ്പല്ലേ? നിനക്ക് അൽഷിമേഴ്സ് ഒന്നും വന്നിട്ടില്ലല്ലോ. ഒന്ന് ചോദിക്ക്, എന്തായിരുന്നു, എന്തിന്റെ പേരിലാണ് 8.5 കൊല്ലം മുമ്പ് ഈ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരുന്നതിനെ നിങ്ങൾ എതിർത്തത്? ഒന്ന് ചോദിക്ക്. പാർട്ടി സമ്മേളനം നടക്കുന്നില്ലേ? അവിടെ പോയിട്ട് ഇങ്ങനെ അവിടെ ഈ അധികാരത്തിന്റെ കൊഴുപ്പ് കൊണ്ട് ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ചു വന്നാൽ മതിയോ? ചോദിക്ക് നിങ്ങൾ. ഇനി ഞാൻ ചോദിക്കണത്, പാർട്ടി സമ്മേളനം നടക്കുകയല്ലേ, നിങ്ങൾ പറയേണ്ടത് എന്താണ്? 8.5 കൊല്ലമായി നിങ്ങൾ കേരളം ഭരിക്കുകയാണ്. സഖാക്കളെ, നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങളിലെ പ്രസംഗങ്ങൾ മുഴുവൻ ഭരിക്കുന്നവനെ കുറിച്ചായിരിക്കും. ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ ഭരണപക്ഷത്തല്ലേ? അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? 8.5 കൊല്ലം ഭരിച്ചത് എന്തിനാണ്, എങ്ങനെയാണ് എന്ന് നിങ്ങൾ പറയണം. അല്ലെങ്കിൽ സഖാക്കൾ ചോദിക്കണം, എന്താ ഈ K ഫോൺ, എന്താ ഈ K റെയിൽ, എന്താ ഈ K ബസ്, എന്താ ഈ K ക്യാമറ? നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് എന്താ നിങ്ങൾ ഈ ബജറ്റിൽ ഇതാ K ഹോം വന്നിരിക്കുന്നു. പിന്നെയും വന്ന് ചോദിച്ചാലല്ലേ ഇത് നിർത്തുള്ളൂ. ഈ K എന്ന് പറഞ്ഞിട്ട് കക്കലിന്റെ ഷോർട്ട് ഫോം ആക്കിയിട്ട് ഇങ്ങനെ ഈ പണം അടിച്ചു മാറ്റുക എന്നല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ പ്രൊജക്ട് ജനങ്ങൾക്ക് അനുകൂലം. ഇനി അതൊക്കെ വിട്ടേക്ക്. സഖാക്കളൊന്ന് ചോദിക്ക്. ഈ ആലിബാബയും 41 കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ ഒരു മുഖ്യമന്ത്രിയും 21 കള്ളന്മാരെയും കൂട്ടിയിട്ട് ഒരു യാത്ര നടത്തിയിട്ടില്ല ഒരു ബസ്സിൽ. അതിന്റെ വിവരം എന്താ? അതെവിടെ എത്തി? AK ബാലൻ പറഞ്ഞു. ഈ UDF എന്താ പറയണത്? ആ ബസ്സല്ലേ എറണാകുളം തിരുവനന്തപുരം ബാംഗ്ലൂർ റോട്ടിൽ ഓടുന്നത്? അതിനായിരുന്നു ഈ പണിയൊക്കെ എടുത്തത്. ബസ് ബാംഗ്ലൂർ എറണാകുളം റോട്ടിൽ ഓടിയാൽ തീരുവോ സഖാവേ പ്രശ്നം? ആ ബസ്സിൽ യാത്ര ചെയ്ത മുഖ്യമന്ത്രി ഒരു കെട്ട് അപേക്ഷ വാങ്ങിയിരുന്നല്ലോ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ഒരു അപേക്ഷയിൽ തീരുമാനമുണ്ടാക്കിയോ? അവർ തന്ന ഏതെങ്കിലും ഒരു കത്തിന് നിങ്ങൾ കൃത്യമായ ഉത്തരം നൽകിയോ? ഏതെങ്കിലും ഒരു അപേക്ഷയുടെ നടപടിക്രമങ്ങൾ നിങ്ങൾ പത്രത്തിൽ കൊടുത്തോ? ഒന്നും ചെയ്തില്ലല്ലോ. ആ ബസ്, ഞങ്ങൾ ബസ്സിനെ വിമർശിച്ചത് അത് വേറെ കാര്യമുണ്ട്. എന്താണ്? ആ ബസ്സിനകത്ത് ബാത്റൂം, കുളിമുറി, ലിഫ്റ്റ്, ഒന്ന് മൂത്രമൊഴിക്കാൻ ഇറങ്ങാൻ പോലും നേരമില്ലാത്ത ഈ ആളുകൾ രാജ്യം മുഴുവൻ ഓടി നടന്നിട്ട് അതിന്റെ റിസൾട്ട് എന്ത്? അതിന്റെ റിസൾട്ട് നിങ്ങൾ പറയണ്ടേ? ഈ സമ്മേളനം നടക്കുമ്പോ പാർട്ടി സമ്മേളനങ്ങൾ നിങ്ങൾ ചോദിക്കണ്ടേ? എന്താ പറയാത്തത്? ഇതാ പുതിയ ബജറ്റ് വന്നു.
കിഫ്ബി എന്ന് പറയുന്ന കൊടും ബാധ്യതയെ കുറിച്ച് ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസംഗിച്ച നിങ്ങൾ കേട്ടു. ഞാൻ ചോദിക്കട്ടെ, ഈ ബജറ്റിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? വയനാട് പാക്കേജാണ്. ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഇവരൊരു വർത്താനുണ്ട്, ഈ ഫാഷിസ്റ്റുകളുടെ ഒരു രീതി എന്താ അറിയോ? നിങ്ങള് ദുരന്തമാണ്, മിണ്ടരുത്, കൊറോണയാണ്, കോവിഡാണ്, പ്രളയാണ്, ആരും മിണ്ടരുത്, പഞ്ചപുച്ച മടക്കി ഈ കള്ളന്മാർക്ക് കൂട്ടുന്നു കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വയനാട്ടിലെ 700 കോടി പ്രോജക്ടിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞേ. എന്താ പ്രോജക്ട്? ഇപ്പൊ ഇതാ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി. ഈ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വീട് വെക്കണമെങ്കിൽ ലൈഫ് പദ്ധതി അനുസരിച്ച് നിങ്ങളുടെ വീടിന് സ്ക്വയർ ഫീറ്റിന് 1000 രൂപ. എങ്ങനെ? നിങ്ങളുടെ അധ്വാനം വേണം, നിങ്ങൾ പണിയെടുക്കണം, 1000 രൂപ സർക്കാർ തരും സ്ക്വയർ ഫീറ്റിന്. ആരുണ്ടാക്കുന്ന ആരുടെ വീട്? ഞാൻ ഉണ്ടാക്കുന്ന എന്റെ വീടിന് സ്ക്വയർ ഫീറ്റിന് 1000. വയനാട്ടിലെ ദുരന്തബാധിത സ്ഥലത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന വീടിന് സ്ക്വയർ ഫീറ്റിന് 3000 രൂപ. ആരാ ഉണ്ടാക്കുക? ആ പ്രളയത്തിൽ ദുരന്തം ഏറ്റുവാങ്ങിയ പാവങ്ങളാണോ? അല്ല, അവരുണ്ടാക്കൂല, സർക്കാർ ഉണ്ടാക്കി കൊടുക്കും. എടോ, സർക്കാർ ഉണ്ടാക്കി കൊടുക്കുമ്പോ ആ വീടിന് 3000. ഇപ്പൊ എന്റെ വീട് ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുന്ന ലോകത്തെ ഒരാളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, അത് ഞാൻ തന്നെ ഇരിക്കും. കാരണം എന്റെ വീടല്ലേ, എന്റെ വീട് ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുക ഞാനല്ലേ. അപ്പൊ എന്റെ വീട് ഞാൻ ഉണ്ടാക്കുമ്പോ അതിന് 1000 മതി, വേറൊരാളെ വീട് സർക്കാർ ഉണ്ടാക്കി കൊടുക്കുമ്പോ അതിന് 3000. ഇത് എവിടുത്തെ ന്യായാണോ? ഇത് എവിടുത്തെ ന്യായാണ്? അത് ഉണ്ടാക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം മനസ്സിലാവും. ഉണ്ടാക്കുന്നത് ഊരാലുങ്കലാണ്. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ 700 കോടി എങ്ങനെ പോകുന്നു മനസ്സിലായില്ലേ? എന്തിനാ 3000 രൂപ സ്ക്വയർ ഫീറ്റിന് മനസ്സിലായില്ലേ? സഖാവ് പിണറായി വിജയൻ അടക്കമുള്ള കേരളത്തിലെ കള്ള രാഷ്ട്രീയക്കാരുടെ ബിനാമി പണം നിക്ഷേപിക്കുന്ന കേരളത്തിലെ കോർപ്പറേറ്റ് കമ്പനിയാണ് ഈ പറയുന്ന ഊരാലുങ്കൽ. വായ മൂടിക്കെട്ടിയാലൊന്നും പറയാതിരിക്കൂല. പറയേണ്ട കാര്യം കൊക്കിലെ ശ്വാസം നിൽക്കുന്നവരെ പറഞ്ഞു തീർത്തിട്ടേ പോരൂ എന്ന് അതിന്റെ പിറകിൽ പണിയെടുത്തവരോട് ഞാൻ പറയാന്ന് കൂട്ടിക്കോക്കള്. അതിന്റെ പിറകിൽ ഓഫർ തന്നിട്ടും വർത്താനം നിർത്തിയിട്ടൊന്നും അത് അവസാനിപ്പിക്കാൻ പറ്റൂല. എത്ര കോടി ഇവിടെ ഈ കൊണ്ടോട്ടിയിലെ എത്ര കോൺട്രാക്ടർമാർ കുത്തുപാളയെടുത്തു? എത്ര കോൺട്രാക്ടർമാർ കൊണ്ടോട്ടിയിൽ ഉണ്ടായിരുന്നു പണ്ട്? ഇതാ ഇവിടെ ഇപ്പൊ ലീഗ് ഓഫീസ് ഉണ്ടാക്കി അതിന്റെ ഒരു സമ്മേളനം നടക്കുകയാണ്. ഉടനെ കമ്മിറ്റി എന്തായി അറിയുക? ആദ്യം കോൺട്രാക്ടറെ പിടിക്കും, ആദ്യം കോൺട്രാക്ടറെ അടുത്താ പോവുക. പറഞ്ഞ പൈസ കിട്ടും, ഉറപ്പാണ്. അവർക്ക് എന്താ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. സർക്കാർ അവർക്ക് പണി കൊടുക്കുന്നു, അവരതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നു, അതിന്റെ വിഹിതം പാർട്ടിക്കും കൊടുക്കുന്നു. ഉറപ്പ്, എല്ലാ പാർട്ടിക്കും കിട്ടും. എല്ലാ പാർട്ടിക്കാരും പോകുന്നത് കോൺട്രാക്ടർമാരുടെ അടുത്താ. ധൈര്യം ഉണ്ടെങ്കിൽ ഈ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ കോൺട്രാക്ടറിന്റെ വീടിന്റെ മുറ്റത്തെങ്ങാനും കണ്ടാൽ അടിച്ചവൻ കൊടുക്കും. ആ സാധുവിനൊരു പണി കിട്ടിയിട്ട് കുറെ കാലായി, ആ സാധുവിന്റെ ബില്ല് പാസ്സായി കൊടുത്ത് കുറെ കാലായി. നിങ്ങൾ അറിയുമോ, കൊണ്ടോട്ടിയിലെ ഒരു എ ക്ലാസ് കോൺട്രാക്ടർ സർക്കാരിന്റെ മുമ്പിൽ 10 കോടിയുടെ വർക്ക് ഞാൻ 11 കോടിക്ക് തീർക്കാം എന്ന് 9 കോടിക്ക് തീർക്കാം എന്ന് പറഞ്ഞാൽ സാമാന്യ മര്യാദക്ക് ഗ്യാരണ്ടിയോടെ അവന് കൊടുക്കണ്ടേ? എന്നാൽ 10 കോടിയുടെ വർക്ക് ഞങ്ങൾക്ക് നോക്കിയാൽ 12 കോടിയാണ് എന്ന് എസ്റ്റിമേറ്റ് ഇട്ട് വർക്ക് തീരുമ്പോൾ പിന്നെയും എസ്റ്റിമേറ്റ് വർദ്ധിപ്പിച്ച് പണം വാങ്ങുന്നത് ഈ പറയുന്ന ഊരാലുങ്കലാണ്. അവർക്ക് പ്രത്യേക എഞ്ചിനീയർ, അവർക്ക് പ്രത്യേകമായ ബജറ്റ്, അവർക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ. ആ ഊരാലുങ്കലയാണ് വയനാട് പ്രോജക്റ്റ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടെ മൊത്തം വീടടക്കമുള്ള പ്രൊജക്ടിന്റെ സ്ക്വയർ ഫീറ്റിനാണോ 3000? അതല്ല, ഉണ്ടാക്കുന്ന വീടിന്റെ സ്ക്വയർ ഫീറ്റിനാണോ 3000? ഡിക്ലെയർ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു മഹാദുരന്തമായത് കൊണ്ട് ഞാനിത് പറയുന്നത് വയനാട്ടുകാരനാണ്. എനിക്കറിയാം അവിടെ എന്താ സംഭവിക്കണമെന്ന്. ഇനി ഇതാ ഒരു പ്രളയത്തിലെ ദുരന്തം വന്നോർത്ത് ഞാൻ കുഴപ്പമുണ്ടാക്കി എന്ന് പറയാൻ നിൽക്കണ്ട. ഇത് കൃത്യമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ പ്രൊജക്റ്റിൽ വീട് വേണ്ട എന്ന് പറയുന്നവന് എത്ര രൂപ കൊടുക്കുന്ന സർക്കാർ പറഞ്ഞത്? 15 ലക്ഷം രൂപ. അതെങ്ങനെ മതിയാവുക? ആ പ്രോജക്റ്റിൽ വീട് വേണ്ട എന്ന് പറയുന്നവന് 15 ലക്ഷം രൂപ. അപ്പൊ അവന്റെ സ്ക്വയർ ഫീറ്റിന് എത്രയാണ്? അവന്റെ വീടിന്റെ സ്ക്വയർ ഫീറ്റിന് എത്രയാണ്? അവൻ വാങ്ങുന്ന സ്ഥലത്തിന് എത്രയാണ് പൈസ? അപ്പൊ നിങ്ങൾ കണക്ക് കൂട്ടുന്നത് ഈ പ്രശ്നത്തിന്റെ മറവിൽ. ഇനി അത് മാത്രല്ല സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളൊരു വീട് എടുക്കുകയാണ്, വൈദ്യുതി വേണം. അതിനെങ്ങനെയാണ് ബുദ്ധിമുട്ട് നമുക്കറിയാലോ. അവിടേക്ക് വെള്ളത്തിന്റെ കണക്ഷൻ വേണം, അതിന് എത്ര ചെലവാകും നമുക്കറിയാലോ. അവിടേക്ക് റോഡ് വരണം, അവിടുത്തെ തറ കെട്ടുന്നത് മുതൽ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ പെർമിഷൻ വേണം, വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങണം.
എത്ര പൈസയാവും, എത്ര ബുദ്ധിമുട്ടും. ഇതൊന്നും വേണ്ടല്ലോ. സർക്കാരിന്റെ പ്രോജക്റ്റ് അല്ലേ. കരണ്ട് വലിക്കാം, വെള്ളമെടുക്കാം, റോഡ് സൗകര്യപ്പെടുത്താം, എല്ലാം ചെയ്യാം. എന്നിട്ടും അവിടെ ഉണ്ടാക്കുന്ന സ്ക്വയർ ഫീറ്റിന് 3000. ആ 3000 നിങ്ങൾ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൊടുക്കുന്നുവെങ്കിൽ ഞങ്ങൾ അത് അംഗീകരിക്കും. അവരവരുടെ ഇഷ്ടത്തിന് എടുക്കട്ടെ. പക്ഷെ അവർക്ക് കൊടുക്കൂല. നിങ്ങൾ എടുക്കുന്ന വീടിന് നിങ്ങൾ നിശ്ചയിക്കുന്ന തീരുമാനം ഇതാണ്. അതുകൊണ്ട് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് പറയുന്നത്, ഈ വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടകൾ വെച്ച് പുലർത്തി തന്നെയാണ് നിങ്ങൾ ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ ഈ പദ്ധതി അടക്കമുള്ള എല്ലാ പദ്ധതികളിലും പെരുമാറുന്നത്. ഒരൊറ്റ കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഇതിനോടൊക്കെയുള്ള സമീപനങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ വയനാട് തന്നെ കേന്ദ്രീകരിപ്പിച്ച് സംസാരിക്കാം. കഴിഞ്ഞ ആഴ്ച പനമരം പഞ്ചായത്തിൽ ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയ ഉണ്ടായി. എന്താ ഉണ്ടായത്? അവിടുത്തെ പഞ്ചായത്തിന് ഭരണം പോയപ്പോൾ പിന്നെ ഭരിക്കേണ്ടത് ലീഗാണ്. കോൺഗ്രസ് പറഞ്ഞു ലീഗിന് കൊടുക്കാം, 6 മാസം ലീഗ് പ്രസിഡന്റ് ആയിക്കോട്ടെ. ജനറൽ വനിതാ പഞ്ചായത്ത്. ഞങ്ങള് അവിടെ 2-3 വനിതകളുണ്ട്. ആരാവണമെന്ന ആലോചന നടന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചുമതലപ്പെടുത്തി. തങ്ങൾ പറഞ്ഞോളൂ. തങ്ങൾ ആദ്യമൊക്കെ പറഞ്ഞു പഞ്ചായത്തല്ലേ, നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പക്ഷെ ഞങ്ങൾ പറഞ്ഞു എന്നാലും തങ്ങൾ പറയും. തങ്ങൾ ആ 3 പേരുടെ ലിസ്റ്റ് എടുത്ത് അവിടെ വിളിച്ച് 1-2 ആളുകളുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്ത് ഇവരുടെ കപ്പാസിറ്റി, ഇവരുടെ ഭരണപരിചയം ഒക്കെ പരിശോധിച്ച് ഒരു സ്ത്രീയെ പഞ്ചായത്ത് ബോർഡിന്റെ പ്രസിഡന്റാക്കി. ഒരു സ്ത്രീ. അവരാദിവാസിയായിരുന്നു, മനുഷ്യവർഗത്തിലൊന്നും പെട്ടതല്ല എന്ന് മനസ്സിലായത് CPM-ന്റെ പ്രസംഗം കേട്ടപ്പോഴാണ്. ഞങ്ങൾ നോക്കിയത് ലീഗിന്റെ കോണിച്ചിഹ്നത്തിൽ മത്സരിച്ച 3 പേരെ. അതിൽ യോഗ്യതയുള്ളതാരാണോ അവർക്ക് കൊടുത്തു. ജനറൽ ആയതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ തന്നെ വരണം ഞങ്ങൾ തീരുമാനിച്ചില്ല. എന്നിട്ടോ ഈ തീരുമാനം എടുത്തതിന് ശേഷം ഞങ്ങളൊരു വലിയ മഹാസംഭവം ചെയ്തിരിക്കുകയാണ്. ഒരു ജനറൽ സീറ്റിൽ ഒരു ആദിവാസി വനിതയെ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു എന്നൊന്നും ഞങ്ങൾ ഗീർവാണം പറഞ്ഞില്ല, ഞങ്ങൾ മിണ്ടിയില്ല. എന്നാൽ അവിടെ മെനഞ്ഞാന്ന് പ്രസംഗിച്ച CPM-ന്റെ തലമുതിർന്ന നേതാവ് നടത്തിയ പ്രസംഗം എന്താണെന്നറിയോ? ഏറ്റവും പച്ചക്ക് പറയാൻ, മുസ്ലിം സ്ത്രീ ഇവിടെ സ്ഥാനാർത്ഥിയാവേണ്ട ഒരു ജനറൽ പഞ്ചായത്തിൽ ആദിവാസിയെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. ഇതെന്തൊരു തോന്നിവാസമാണ്. എന്നിട്ട് അയാൾ പറഞ്ഞ 2ാമത്തെ വാക്കാണ് പ്രശ്നം. അയാൾ പറയാൻ, അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് മുസ്ലിം വീടുകളിൽ വന്ന് വോട്ട് ചോദിക്കാൻ ലീഗുകാർ വന്നാൽ നിങ്ങൾ ആട്ടി ഓടിക്കണം. ഈ വൃത്തികേട് പറഞ്ഞ CPM-കാരന്റെ മനസ്സിനകത്തുള്ള ഈ ചളിയുണ്ടല്ലോ, ഈ വിഷമുണ്ടല്ലോ, മുസ്ലിമിന്റെ ഹൃദയത്തിനകത്തില്ല പനമരത്ത് എന്ന് ഒന്ന് പോയി പറഞ്ഞു കൊടുക്കുക ഏതെങ്കിലും ഒരു സഖാവ് ഈ നേതാവിനോട്. അവിടെ ഒരു ആദിവാസി പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ തനിക്കെന്താടോ? അവര് മനുഷ്യരല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ നാട്ടിലെ മുസ്ലിങ്ങൾ സാംസ്കാരികമായി വളർന്നു വന്നിട്ടുണ്ട്. കാരണം അവർക്ക് വക്കം അബ്ദുൽ ഖാദർ മൗലവി, ബാഫഖ് തങ്ങൾ, സീതി സാഹിബ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങള് ബംഗാളിലെ മുസ്ലിങ്ങളെ പോലെ ഈ CPM-ന്റെ ആഫീസിൽ തലവെച്ച് കൊടുത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അസ്തിത്വമുണ്ട്, വ്യക്തിത്വമുണ്ട്. ഇവിടുത്തെ നായർ സമൂഹം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ശക്തി ആർജിച്ചു. ഇവിടുത്തെ ഈഴവ സമൂഹം ശക്തി പ്രാപിച്ചു ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ. എന്ന കമ്മ്യൂണിസ്റ്റുകാരാ, നിങ്ങളെ വിശ്വസിച്ച ഏതെങ്കിലും ഒരു സമൂഹത്തെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? കൂടെ നിന്നുകൊടുത്തിട്ടുണ്ടോ? അവരോട് ചേർന്ന് നിന്നിട്ടുണ്ടോ? നിങ്ങളെ വിശ്വസിച്ചവരാണ് ഇവിടുത്തെ ആദിവാസികൾ. എനിക്കറിയാം, പഞ്ചായത്തിലടക്കം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മത്സരിച്ച ആളാ ഞാൻ. ആ പഞ്ചായത്ത് ബോർഡിന്റെ സാരഥ്യം വഹിച്ച ആളാ ഞാൻ. എനിക്കറിയാം, എന്റെ പഞ്ചായത്തിൽ ഒരുപാട് ആദിവാസി കോളനികളുണ്ട്. ആ കോളനികൾ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പോയി ക്യാമ്പ് ചെയ്യുന്നകള് CPM-കാർ വളഞ്ഞു പിടിക്കും. വോട്ട് യന്ത്രമാക്കി പാവങ്ങളെ കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കും. കോളനികളെ വിഭജിക്കാൻ ഞാനൊക്കെ പലപ്പോഴും നടത്തിയ ശ്രമം തടുക്കും. സമ്മതിക്കൂല, പറ്റൂല എന്ന് പറയും. കോളനിയായിട്ട് നിൽക്കണം. ഇവന്റെ തോന്നിയാസത്തിനാണ് ഈ വോട്ട് പിടിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഈ പാവങ്ങൾ മാത്രമല്ലേ കോളനിയിൽ താമസിക്കുന്നുള്ളൂ? ഇവിടുത്തെ മുസ്ലിം അങ്ങനെ ഉണ്ടോ? ആദിവാസികൾ അവരുടെ പഴയ വസ്ത്രം ധരിക്കണം. അവർ നന്നായിക്കൂടാ, നന്നാവാൻ ഇവർ സമ്മതിക്കൂല. ഇവിടുത്തെ മുസ്ലിങ്ങളെ പഴയ പോലെയാണ്. കൊണ്ടോട്ടിയിലെ മാപ്പിള, നിങ്ങളുടെ ഉമ്മമാരങ്ങനെയായിരുന്നു. ഞാനും ഈ കൊണ്ടോട്ടി പരിസരത്ത്, എന്റെ വാപ്പ ഇവിടുന്ന് പോയതാണ് വയനാട്ടിൽ. എനിക്കറിയാം ഇവിടുത്തെ ഈ മലബാറിലെ മാപ്പിളയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന്. നമുക്കറിയൂലേ, സിനിമകൾ കാണുന്നില്ലേ? കള്ളി മുണ്ടെടുത്ത് പച്ച ബെൽറ്റ് കട്ടി ഒരു കത്യം തിരികെ നടക്കുന്ന മലബാറിലെ മാപ്പിള ഇപ്പം ഉണ്ടാവും. കൊണ്ടോട്ടിയിലെ പയ്യന്മാരെ നോക്കതി, യൂത്ത് ലീഗുകാരെ, MSF-കാരെ, എന്ത് ചെത്ത് പിള്ളേരാണ്, എന്ത് ഫ്രീക്കന്മാരാണ്. ആ പഴയ മാപ്പിളയാ.
നിങ്ങളെ ഉമ്മ ഉണ്ടോ കാച്ചി മുണ്ടും എടുത്തിട്ട് കാതിലിങ്ങനെ എന്താണ് ചിറ്റൊക്കെ ഇട്ടിട്ട് നടക്കുന്ന ആ ഉമ്മ ഓയില്ലേ? അപ്പം നമുക്ക് മാറല്ലേ? നമുക്ക് പഴയ വേഷമൊന്നും വേണ്ട, പുതിയ ഫ്രീക്ക് വേഷം നമുക്ക്. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ചട്ടയും മുണ്ടുമായിരുന്നു, ഓരോ വേഷം മാറി. ഇവിടുത്തെ കുറിച്യ സമുദായം മാറി, എല്ലാവരും മാറി, ഓർക്കൊക്കെ മാറാം. ആദിവാസികൾ മാറിക്കൂടാ, അവര് മനുഷ്യരല്ലേ? അവരിൽ ഒരാളെ ഒരു അധികാര സ്ഥാനത്തേക്ക് വരുമ്പോ CPM എന്തിനാ ചൊറിച്ചില്? തകരുന്നത് നിങ്ങളുടെ ഒരു വോട്ട് ബാങ്കാണ് എന്ന് ഞങ്ങൾക്കറിയാം. തീരുന്നില്ല. നിങ്ങൾ അറിയുമോ, 8 മരണമായി ഈ ജനുവരി ആയിട്ടല്ലേ ഉള്ളൂ, 2025 ഒരു മാസവും കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. 8 മനുഷ്യരെ വന്യമൃഗങ്ങൾ ചവിട്ടിക്കൊന്നു. കൊന്നവരൊക്കെ ആരാ? കൊല്ലപ്പെട്ടവരൊക്കെ ആരാന്നറിയാമോ? ഒന്നുകിൽ ദളിതുകൾ, ഒന്നുകിൽ ആദിവാസികൾ, അല്ലെങ്കിൽ തോട്ടം തൊഴിലാളികൾ, അല്ലെങ്കിൽ കുടിയേറ്റ കർഷകർ. ഒരു മുതലാളിയുമല്ല, ഒരു സമ്പന്നനുമല്ല. അതുകൊണ്ട് രാജ്യം ഭരിക്കുന്നവന് പ്രശ്നമില്ല. വിജയരാഘവന്റെ ഒരു പ്രസംഗമുണ്ട്, നിങ്ങൾ വേണേ കേട്ടോളി. എന്താ പറഞ്ഞെന്നറിയോ? കളിയാക്കുക. വിജയരാഘവൻ പറയാണ്, ഞാനിങ്ങനെ നോക്കുമ്പോ ബോംബെയുടെ നഗരമധ്യത്തിലൂടെ ഒരു പുലി പോവാണ്. ഡൽഹിയിൽ ഞാനിങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോ മുറാദാബാദിലോ ഔറാബാദിലോ ബെഡ്റൂമിൽ AC റൂമിൽ പുലി കിടക്കുന്നു. നമ്മളൊക്കെ നാട്ടിലാണ് എന്താ സ്ഥിതി? ഈ വർഗീയ രാഘവന് പരിഹാസമാണ്. പനമരത്തിന് ആദിവാസി പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോ CPM നേതാവിന് ചൊറിഞ്ഞ പോലെ ഈ പാവപ്പെട്ടവര് മരിച്ചപ്പോ ഗവൺമെന്റിന് പ്രശ്നമില്ല. എത്ര പേര് മരിച്ചു? ഇതൊരു മുതലാളിയാണെങ്കിലോ രാഷ്ട്രീയത്തിന്റെ ഒരു കരുത്തെന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവങ്ങളാണ്, സാധാരണക്കാരാണ്. അവന്റെ വേദന മനസ്സിലാവണം, അവന്റെ പ്രയാസം അറിയണം. ഇവിടുത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന എന്ന് പറയുന്ന CPM ഭരിക്കണവിടെ. എന്നിട്ട് നിയമസഭയിൽ നിന്ന് കാര്യക്ഷമമായ ഒരു നടപടി എടുത്തോ? ഇതേതെങ്കിലും മുതലാളിക്ക് പറ്റിയാൽ പാഞ്ഞു വരുമല്ലോ പിണറായി വിജയൻ. നാട്ടിലെ മുതലാളിമാരുടെ പേറ്റുകുളിക്ക് വരെ പോകാൻ മടിയില്ലാത്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമ്പന്നന്റെ അടുക്കളയിൽ കൊണ്ടുപോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടിയറ വെച്ച ഈ മുതലാളിക്ക് അറിയുമോ ഈ പാവപ്പെട്ട മനുഷ്യന്റെ വില? ഈ 2025 ഞാനിതാ പ്രസംഗിക്കുന്ന ഈ നിമിഷം വരെ വയനാട്ടിൽ നിന്നും കേരളത്തിലെ മലയോര ഗ്രാമങ്ങളിൽ നിന്നും 8 മനുഷ്യർ ചതഞ്ഞരിഞ്ഞു മരിച്ചുപോയി. ഒരു വർത്താനമില്ല, ഒരു പ്രയാസമില്ല. എന്തൊരു സർക്കാരാണോ ഇത്? പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കാനാവാത്ത, അവന്റെ സങ്കടങ്ങൾക്ക് പുല്ലിന്റെ വില കൽപ്പിക്കാത്ത, അവരുടെ പ്രതിഷേധങ്ങൾക്ക് മാന്യതയുടെ അംഗീകാരം കൊടുക്കാത്ത, ചോദിക്കുന്ന ചോദ്യത്തിന് നിയമസഭയിൽ പരിഹസിക്കുന്ന കുറുക്കോളി മൊയ്തീൻ ചോദിച്ചപ്പോ എന്താ അങ്ങ് പറ്റിയത്? കുറുക്കോളി മൊയ്തീൻ ഒരു പാവാണ്, സാധുവാണ്, ഞങ്ങൾക്കിടയിലെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, പാവം. ആ മനുഷ്യൻ ചോദിച്ചപ്പോ എന്താ കളിയാക്കിയത്? നിങ്ങളെ മുഖ്യമന്ത്രി തിരൂരിന്ന് താനൂരിലേക്ക് ഒരു ട്രെയിൻ, നിങ്ങൾ ഏതെങ്കിലും ഒരു പുരോഗതിയെ കുറിച്ച് നിങ്ങൾ അംഗീകരിക്കും? തുടക്കത്തിൽ ആര് പറഞ്ഞാലും കുറുക്കോളി മൊയ്തീന് ഓട് പൊളിച്ച് നിയമസഭയിൽ ഇറങ്ങിയതല്ല മുഖ്യമന്ത്രി, അയാൾ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നതാണ്. നിയമസഭയിൽ ഒരു പ്രിവിലേജ് കമ്മിറ്റി ഉണ്ട്. എന്താ പ്രിവിലേജ് കമ്മിറ്റി എന്നറിയാം? ഒരു ജനപ്രതിനിധിയുടെ പ്രിവിലേജ്. ഞാൻ ആ നിയമസഭയിൽ ചെന്നാൽ എനിക്ക് അവിടെ സംസാരിക്കാനും ഉത്തരം കിട്ടാനും അവകാശമുണ്ട്. ചോദിക്കുന്ന ഒരു MLA മറുപടി ഉത്തരം കൊടുക്കുന്നത് മുഖ്യമന്ത്രി വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ഔദാര്യാണെന്ന്? അല്ല, ചോദിക്കുന്ന ജനപ്രതിനിധിയുടെ അവകാശം. നിങ്ങൾ ഔദാര്യത്തിന് മറുപടി പറയാതിരിക്കാൻ അത് വീട്ടിൽ പോയിരിക്കണം. സർക്കാരിന്റെ ക്ലിഫ് ഹൗസിൽ ഇരുന്നിട്ടും സർക്കാരിന്റെ സഭയിൽക്കകത്തിരുന്നിട്ടുമല്ല അതിനെ കളിയാക്കല്, പരിഹസിക്കല്. നിങ്ങൾക്ക് എല്ലാവരോടും പുച്ഛം, എല്ലാവരോടും പരിഹാസം, ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു ഭരണം. എന്നിട്ടോ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ നാട്ടുകാരെ തമ്മിൽ തല്ലിക്കാൻ ഉള്ള ഏർപ്പാട് മുഴുവൻ. മലപ്പുറത്ത് വന്നാൽ മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിക്കുക, അതല്ലേ സൗകര്യം? അതിന് മതസംഘടനകളിലോ മറ്റോ എവിടെ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റുമോ അവിടെ പോവുക. അങ്ങോട്ട് വടകര താലൂക്കിന് മറ്റൊക്കെ പോയാലോ മറ്റു സമുദായങ്ങളുമായി മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിക്കുക, എന്നിട്ട് ചോര കുടിക്കുക. ഈ മുത്തനാടിനെ കൊണ്ട് തന്മ തല്ലിച്ചിട്ട് ചോര കുടിക്കണ ഈ കുറുക്കന്റെ ഏർപ്പാട് എന്റെ CPMകാരാണ്. ഞാൻ എല്ലാവരോടും പറയുന്നു, ജാഗ്രതയോടെ നിൽക്കണം. രാജ്യം ഭരിക്കുന്നു, അല്ലെങ്കിൽ തന്നെ ലോകം മുഴുവൻ കുഴപ്പാണ്. ഒന്ന് ട്രംപ്, ഒന്ന് നെതന്യാഹു, ഒന്ന് മോദി, ഒന്ന് പിണറായി വിജയൻ, എല്ലാം ഒരു അമ്മ പെറ്റ മക്കളെ പോലും. എന്തൊരു ദുരന്തമാണ്! ജാഗ്രതയോടെ നിൽക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഗൗരവത്തോടെ. രാജ്യത്തിൽ നിങ്ങൾ എടുക്കുന്ന സമീപനങ്ങൾ ഏതു തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പരിശോധിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം.
അതിന് കഴിയുന്ന ആലോചനകളുടെയും ശ്രദ്ധയുടെയും കേന്ദ്രമായി ഓഫീസ് മാറട്ടെ. അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.